PVR ലുലുമോളിൽ ഉണ്ടായ ഒരു ഭയങ്കര വലിയ വെറുപ്പീര എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആൽഫ ഫ്രം YRF സ്പൈ യൂണിവേഴ്സ് ഡയറക്റ്റഡ് ബൈ ഷിവ് റവെയിൽ, ദ ഡയറക്ടർ ഓഫ് റെയിൽവേ മാൻ. നമ്മുടെ മാഡി മാധവനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സീരീസാണ്, മിനി സീരീസ്, 4 എപ്പിസോഡ്. കണ്ടു, അടിപൊളി സാധനമാണ്. സത്യം പറയാല, ദുരന്തർ എന്നുള്ള സിനിമ, ദുരന്തർ പാർട്ട് 1, ദുരന്തർ പാർട്ട് 2, റിവെഞ്ച് ഒന്നും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. കാരണം ആസ് എ സ്പൈ പടം ഇതിപ്പോൾ കാണുമ്പോൾ കുറേയൊക്കെ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ പോലും, ആക്സെപ്റ്റ് ചെയ്യാൻ അത്ര എളുപ്പം പറ്റില്ലെങ്കിൽ പോലും, ആസ് എൻ ആക്ഷൻ പടം, ആസ് എ ഫീമെയിൽ ഓറിയൻറ്റഡ് ആക്ഷൻ പടം, മോനെ വേറെ ലെവൽ ആക്ഷൻ കൊറിയോഗ്രാഫി ആയിരുന്നു. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ആലിയ ഭട്ട് ആയിക്കോട്ടെ, ശർവരി ആയിക്കോട്ടെ, വേറെ ലെവൽ ആക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതവരുടെ ആക്ഷൻ സ്റ്റണ്ടബിളോ ആരും ആയിക്കോട്ടെ, ഐ ഡോണ്ട് നോ ഹൗ ദേ ഡിഡ് ഇറ്റ്, ബട്ട് ദ വേ ദേ ഹവ് ഡൺ ഇറ്റ്, the way the director has portrayed the action of this movie, അത് വേറെ ലെവലായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലനായിരുന്നു എന്ന് പറയേണ്ടി വരും. ഞാൻ കണ്ടത് ഒരു ആൽക്കുലത്ത് തിയേറ്ററിലാണെങ്കിൽ പോലും, ഒരു അലവലാതി കഞ്ഞിക്കൂറ ലോക തോൽവി ക്രൗഡിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഞാൻ പറയും അടിപൊളി ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ആ ലോക തോൽവി ക്രൗഡിനെ പറ്റി കുറച്ച് പറയാനുണ്ട്, ഞാൻ എന്തായാലും അത് അവസാനം പറയാം. ആദ്യം ഞാൻ സിനിമയെ പറ്റി കുറച്ച് നല്ല കാര്യം പറഞ്ഞ് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ദുരന്തർ സെറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു സ്ലാബ്, ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് വെൻ ഇറ്റ് കം ടു സ്പൈ യൂണിവേഴ്സ്. അപ്പോൾ സ്പൈ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് സ്പൈ, അങ്ങനെയാണ് സ്പൈ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് സ്പൈ എന്നും പറഞ്ഞുള്ള ഒരു സ്കീമിലേക്ക് ദുരന്തർ സ്പൈ യൂണിവേഴ്സിനെ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. യാഷ്രാജിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള രൺവീർ സിംഗ് യാഷ്രാജിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൊടുംചതിയായി പോയി ദുരന്തർ പാർട്ട് 1 and 2 എന്നാണ് എനിക്ക് തോന്നിപ്പോണത്. തമാശ രൂപയാണ് ഞാൻ പറയുകയാണ്. ഐ എം പ്രിറ്റി ഷുവർ ഹീ ഈസ് വെരി ലോയൽ ആൻഡ് റെസ്പെക്ട്ഫുൾ ടു ആദിത്യ ചോപ്ര. കാരണം അത്ര ഇഷ്ടമാണ് മച്ചാന് ആദിത്യ ചോപ്രേനെ. ദ ബിഗ് ബ്രേക്ക് കൊടുത്തിട്ടുള്ള ആളാണ്. എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങേരുടെ ആദിത്യ ചോപ്രയുടെ തന്നെ YRF സ്പൈ യൂണിവേഴ്സിൻ്റെ അണ്ണാക്കിലിട്ടാണ് എന്തായാലും ദുരന്തർ പൊട്ടിച്ചതെന്നുള്ള ഒരു സംഭവം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എനിവേസ്, എന്തായാലും അവർ തമ്മിലുള്ള ബന്ധത്തിലൊന്നും പറ്റരുത്. എന്തായാലും അവർ നല്ല ഫ്രണ്ട്സായിട്ട് അതിന് തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു യൂണിവേഴ്സിൻ്റെ കേസിലേക്ക് വന്നപ്പോഴേക്കും ഈ ഒരു ദുരന്തർ 1 and 2 ഇറങ്ങിയത് വലിയൊരു പ്രശ്നമായി പോയി എന്നൊക്കെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഓൾറെഡി ദുരന്തർ അങ്ങോട്ട് സ്ഥാനം പിടിച്ചു. ദുരന്തറാണ് സ്പൈ പടം എന്നുള്ള സ്കീമിലേക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കളഞ്ഞു. അത് ആസ് എ പ്രേക്ഷകരും കുറേ ആൾക്കാർ അപ്ഡേറ്റഡ് ആയി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ഈ യാഷ്രാജിൻ്റെ മറ്റേ ജെയിംസ് ബോണ്ട് ടൈപ്പ് ഓഫ് സ്പൈ പടം ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കണം. ഈവൻ ജെയിംസ് ബോണ്ട് പടങ്ങളുടെ തന്നെ സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫാൻസി MI6 അല്ലെങ്കിൽ ഒരു സ്പൈ ഹൂ വൂസ് വുമൻ, എന്താണ് അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ജോൺ വിക്ക് വന്നത്, അല്ലെങ്കിൽ ബാലറീന വന്നത്. അത് സ്പൈ പടമല്ല, അത് വേറെ സാധനമാണ്, അത് അസാസിൻ പരിപാടിയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയണതേ, അതൊരു ഡാർക്കർ ടോൺ സെറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആൽഫയുടെ കേസിൽ സത്യം പറഞ്ഞാൽ ആൽഫ നിങ്ങൾ ഈ YRF സ്പൈ യൂണിവേഴ്സ് അല്ലാതെ, അല്ലെങ്കിൽ ദുരന്തരൊന്നും കാണാത്ത മൈൻഡ് സെറ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊന്നും ഇല്ലാതെ ഇതൊന്ന് കണ്ടു നോക്കിയേ. അങ്ങനെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സിനിമ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. കാരണം അത്രയും രസമായിട്ട് ഇല്ല ആക്ഷൻ സീക്വൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ ആലോചിച്ചത്, ഇതിനകത്ത് 3 പേര് വയസ്സാവൂലേ എന്നാണ്. 4 പേര് ഇൻക്ലൂഡിങ് ദ ക്യാമിയോ വന്ന മനുഷ്യൻ ഇതിനകത്തുള്ള എന്താണ് ലീഡായിട്ടുള്ള 2 ആക്ടേഴ്സ്, അനിൽ കപൂർ, ബോബി ഡിയോള്, പിന്നെ അതുപോലെ ആലിയ, ഇവരുടെ പ്രായത്തിൻ്റെ പകുതിയൊക്കെ ഇവരൊക്കെ ഫീൽ ചെയ്യുന്നുള്ളു. അത്രയും എനർജറ്റിക്, അത്രയും വൈബ്രൻ്റ്, അത്രയും ഒരു കരിസ്മ, അത്രയും ലുക്ക്,
ഇവർ ഈ റോളിൽ കൊടുത്തിട്ടുണ്ട്. ആലിയ ശരിക്കും ടൂം റൈഡർ ഇല്ലേ, ലാറ ക്രോഫ്റ്റ് ടൂം റൈഡർ, ആ ക്യാരക്ടർ അത് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ആലിയക്ക് പ്ലേ ചെയ്യാൻ പറ്റും. കാരണം എന്താ ലുക്കായിരുന്നടേ, ഒന്നും പറയാനില്ല. എത്രയൊക്കെ എങ്ങനെയൊക്കെ ആലിയനെ ഹെയ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ടേക്ക് അവേ ദ ആക്ട്രസ് ഷീ ഈസ്. കാരണം ദ പെർഫോമർ, ദ ഗ്രേറ്റ് പെർഫോമർ ഷീ ഈസ്, അടിപൊളിയായിട്ട് ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആലിയന ആദ്യത്തെ തറ് കൊണ്ടുപോയിട്ടൊരു റോള് കാസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആലിയ ഈസ് എ ബ്രില്യൻറ്റ് ആക്ട്രസ്, അത് അതിലൊരു തർക്കവും വേണ്ട. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഡ്താ പഞ്ചാബ് എന്നുള്ള പടം അല്ലെങ്കിൽ ഹൈവേ പോയിരുന്ന് കണ്ടാൽ മതി, അതും അല്ലെങ്കിൽ റാസി കണ്ടാൽ മതി. റിമൈൻഡറാണ്, ഐ എം റിമൈൻഡിങ് യു, വാച്ച് റാസി, ഹൈവേ ബൈ ഇംതിയാസ് അലി, റാസി ബൈ മേഘ്ന ഗുൽസാർ, അതും അല്ലെങ്കിൽ വാച്ച് ഉഡ്താ പഞ്ചാബ്, കണ്ടു നോക്ക്. അപ്പോൾ മനസ്സിലാവും എന്താണ് ആലിയ ഭട്ട് എന്നുള്ളത്. അതും അല്ലെങ്കിൽ ഗംഗുബായി ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഉഡ്താ പഞ്ചാബ് കണ്ടാൽ മതി. ഉഡ്താ പഞ്ചാബ് കണ്ടാൽ മനസ്സിലാവും എന്താണ് ആലിയയുടെ റേഞ്ച് എന്നുള്ളത്. അപ്പോൾ ആലിയെ കൊണ്ട് പറ്റുവടെ, വേറെ ലെവല് ചെയ്യാൻ പറ്റും. അത് ആര് ആലിയെ ഡയറക്റ്റ് ചെയ്യുന്നു, ആരുടെ കയ്യിൽ ആലിയെ കിട്ടുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും ആലിയയുടെ പെർഫോമൻസ്. അപ്പോൾ ശിവ് റാവയിൽ നന്നായിട്ട് തന്നെ ആലിയനെയും ഷർവരീനെയൊക്കെ വെച്ചിട്ട് ഒരു വെൽ കൊറിയോഗ്രാഫ്ഡ് കിഡിലൻ സെറ്റ് ഓഫ് കുറച്ച് ഫൈറ്റ് സീക്വൻസസ് എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെയാണ് പാളിയതെന്ന് എനിക്ക് തോന്നിയത്, ചില സ്ഥലങ്ങളിൽ ഈ സിനിമയുടെ എഡിറ്റ് വരുമ്പോഴേക്കും, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുമ്പോഴേക്കും, അത് നല്ലൊരു കിടുക്കാച്ചി ഫൈറ്റിന് ശേഷം കാണിക്കുന്നത് ഇവർ ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഫുൾ ഡ്രസ്സൊക്കെ ഊരി ബിക്കിനിയിൽ മറ്റേ കുളിക്കാൻ പോണതൊക്കെ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്. പുറകിൽ ആൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ മറ്റേ സ്കിന്നി ഡിപ്പിങ്ങിന് പോകുന്ന രീതിയിലുള്ള സെറ്റപ്പ്. ഇതൊക്കെയാണ് പ്രശ്നം. അത് ആ സ്പൈ യൂണിവേഴ്സ് ആണല്ലോ, യാഷ്രാജ് മൂവി ആണല്ലോ, YRF സ്പൈ യൂണിവേഴ്സ് ആണല്ലോ, ബിക്കിനി സീൻ വേണമല്ലോ, സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ട്രസിനെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള സ്കീമിൽ ആരൊക്കെയോ ചേർന്ന് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് നിർബന്ധിച്ച് ഇവരെ ഇതിനകത്ത് ഫിറ്റായിട്ട് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ബിക്കിനി ഇടിപ്പിച്ച് തരും, ഒന്ന് പ്ലീസ്, വെറുതെ ഒരു 5 മിനിറ്റത്തേക്ക് എന്നുള്ള സ്കീമിൽ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ഒരു പാട്ട് തള്ളി കയറ്റി അങ്ങനത്തെ ഒരു സാധനം പോലെ വീഴും. പിന്നെ ഇതിലെ ക്യാമിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാമിയോ സത്യം പറഞ്ഞാൽ ഒരു കുൻഫു പാൻഡ ഒരു ടൈപ്പ് ക്യാമിയോ വരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ക്യാമിയോ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇരിപ്പാ, ക്യാമിയോ ഇവിടെ പോയി, എൻ്റെ അണ്ണനെ ഇവിടെ പോയി, ഈ സ്കീമാണ് ഞാനിരിക്കണത്, ഇങ്ങനെ ഇതവിടെ പോയി, എനിക്ക് മനസ്സിലാവണം ഇതെന്ത് പറ്റി എന്നുള്ളത്. അല്ല അപ്പം ഇങ്ങനെ ഇവിടെ പോയി, ഇങ്ങനെ തിരിച്ചു വന്നില്ലേ? മറ്റേ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ സീനാ. ഞാൻ മറ്റേ പോലീസിനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ ഒറ്റ പോക്കൂലേ, ആ സ്കീം പോലെ ഇതിനകത്ത് ക്യാമിയോ എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ പടത്തിന്. എന്നെ സംബന്ധിച്ചിട്ട് കുറേ കണ്ടിന്യൂറ്റി ഇഷ്യൂസ്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈവൻ ചില സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈവൻ ഈ സിനിമയിലെ VFX വാസ് വെരി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. എനിക്ക് ഇതിൽ VFX ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ DAGing പരിപാടിയുണ്ട്, ബോബിഡിയോളുടെ ഒരു സംഭവം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സസ്പെൻസ് പരിപാടികൾ കുറേ കാര്യങ്ങളെ കൊണ്ട് ട്വിസ്റ്റൊക്കെ ഉള്ളത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് കാണിച്ചത് ആ ഗുപ്ത് ടൈമിലുള്ള ബോബിഡിയോളുടെ ഒരു ലുക്കൊക്കെ ഉണ്ട്. എൻ്റെ ആ മോനെ അത് പൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റിൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിനകത്ത് ദിയ മിർസ ചെറിയൊരു ക്യാമിയോ റോളിലുണ്ട്. ദിയ മിർസ നൈസായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ ഇവർ തമ്മിൽ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലിംഗും എനിക്ക് അടിച്ച്. അപ്പം മൊത്തത്തിൽ എന്തായാലും ഇവരെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. വർക്കൗട്ട് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആക്ഷൻ കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, ഒക്കെ വർക്ക് എടുപ്പിച്ചിട്ടുണ്ട്, പണി എടുപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാനുണ്ട്, പൈസ മുടക്കിയതും കാണാനുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ദുരന്തർ കണ്ടുപോയി, അതാണ് പറ്റിയത്. പക്ഷേ ദുരന്തർ കണ്ടു എന്ന് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ആ ഒരു വിഭാഗത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതായത് ചില ആൾക്കാരെ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, അത് ദുരന്തർ കണ്ട് ഇനി ഒരിക്കലും ഇങ്ങനത്തെ പടം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പറയണത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എല്ലാ സിനിമയും എന്നാൽ പിന്നെ ദുരന്തർ മാത്രം പോലെ ആയി പോവില്ലേ.
ദുരന്തർ മാത്രം ഉണ്ടായാൽ പോരല്ലോ. അതായത് ഇപ്പോൾ നമ്മൾക്ക് ബോളിവുഡ് പോലെ തന്നെ ഹോളിവുഡിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരം സ്പൈ പടങ്ങളുണ്ട്. ഇപ്പോൾ സ്പൈ ഹൂ ഷാഗ് മീ എന്നുള്ള കോമഡി പടമുണ്ട്, ഓസ്റ്റിൻ പവേഴ്സ്. ജോണി ഇംഗ്ലീഷ് ഉണ്ട്, ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ജെയിംസ് ബോണ്ട് ഫ്രാഞ്ചൈസ് ഉണ്ട്, MI6 നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ സീരീസ്, ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ സീരീസ് ഉണ്ട്. അങ്ങനെ സ്പൈ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ആർഗയിലുണ്ട്. അപ്പോൾ പലതരം സ്പൈ പടങ്ങളുണ്ട്. അപ്പോൾ ബോളിവുഡിലും പലതരം സ്പൈ പടങ്ങൾ വേണം, അല്ലാതെ ജസ്റ്റ് ദുരന്തർ മാത്രം ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു തരം സ്പൈ പടങ്ങൾ വരില്ല, വേറെ തരം പടങ്ങളൊന്നും വരില്ല എന്നുള്ള ഒരു അവസ്ഥയിലായി പോകും. ഞാനിത് അപ്പോഴും ഞാനൊരു കാര്യം പറയാം, എനിക്ക് തീരെ പിടിക്കാഞ്ഞ പടങ്ങളാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ 3 ആയാലും പഠാനായാലും ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ജവാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജവാൻ പിന്നെ സ്പൈ പടമല്ല, എന്നാൽ ഞാൻ പറഞ്ഞത് ജവാൻ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു പടമാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ ടൈഗർ എന്നുള്ള കഥാപാത്രത്തെയും പഠാൻ എന്നുള്ള കഥാപാത്രത്തെയും കൊണ്ടുവരാഞ്ഞത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരുടെ അടുത്തുനിന്ന് പടം ഫോക്കസ് മാറി ചിലപ്പോൾ പോയാനെ അവർ വന്നിട്ട് കുറേ ഷാറുഖ് ഖാനും സൽമാനും കൂടെ വന്നിട്ട് കുറേ സാധനങ്ങൾ കാണിച്ചു കൂട്ടി, കുറച്ച് അപരാധങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം കൊളാക്കി കളഞ്ഞാനെ, ഈ സിനിമയുടെ ഉള്ള ക്വാളിറ്റിയും കൂടി നശിപ്പിച്ച് കളഞ്ഞാനെ എന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടാ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ടൈഗർ 3 പഠാൻ്റെ ക്യാമിയോ കണ്ടിട്ട് ഞാൻ ഈ ഇരിപ്പായിരുന്നു, എന്ത് കോപ്പാട് ഷാറുഖ് ഖാൻ കാണിച്ചു വെച്ചെന്നായി പോയി. അതേസമയം സാധാരണ എനിക്ക് സൽമാൻ ഖാനാണ് ഈ അടുത്ത് ഒരു ലാസ്റ്റ് 10 കൊല്ലത്തിൽ മിക്കതിലും ഇഷ്ടപ്പെടാത്ത. എന്നാൽ പഠാൻ സിനിമയിൽ ടൈഗറിൻ്റെ ക്യാമിയോ കിടുവായിരുന്നു. ആ ട്രെയിനിലെ സാധനം അത് കിട്ടില്ലായിരുന്നു, സൂപ്പറായിട്ട് സൽമാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ കയ്യിൽ കിട്ടുന്നു എന്ന അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ YRF ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യും ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി കണ്ടൻറ്റ് ക്വാളിറ്റി നോക്കണം. അത് മാത്രമല്ല, ഈ ദുരന്തർ ഓൾറെഡി നിങ്ങളുടെ അവിടെ ബോളിവുഡിൽ ഇറങ്ങിയത് കൊണ്ടും ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ് ദുരന്തർ ഒരു വൻ സംഭവമായി മാറിയത് കൊണ്ടും ആൾക്കാരത് കണ്ടിട്ടുള്ളത് കൊണ്ടും ഇനിയിപ്പോൾ ആദ്യത്തെ ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിന് ഒപ്പമോ അതിൽ മുകളിലോ അതിനോടടുത്ത് വരുന്ന രീതിയിലൊരു ക്വാളിറ്റിയിൽ ഈ മറ്റേ ബിക്കിനി സ്പൈ യൂണിവേഴ്സ് പടം പിടിക്കാണ്ട് കുറച്ച് ക്വാളിറ്റി സ്റ്റഫ് പിടിച്ചില്ലെങ്കിൽ, ഒരു മിനിമം ക്വാളിറ്റി എങ്കിലും ഇല്ലെങ്കിൽ ആൾക്കാർ ഏറ്റെടുക്കില്ല എന്നുള്ളൊരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ കേസിൽ ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് എനിക്കൊന്ന് സിനിമയെ തഴഞ്ഞു കളഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ഞാൻ കാണാൻ പോയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. വിച്ച് ബ്രിങ്സ് മീ ടു നോട്ട് അവോയ്ഡ് സെയിങ് ദിസ്. ഇത്രയും കച്ചറ ഒരു ക്രൗഡ് ഞാൻ ഈ അടുത്ത് വേറെ എവിടെ പോയി സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് പറയാതിരിക്കാൻ എനിക്ക് വയ്യടെ, ഞാൻ ഉൾപ്പെടെ വളരെ കുറച്ച് മലയാളികൾ മാത്രം സിനിമ കാണാനുള്ളൂ, ബാക്കി മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ ഹാവ് നോ ഹേറ്റ്രിഡ് ടുവേർഡ്സ് ദം. പക്ഷേ ദർ കണ്ടക്ട്, ദർ മിസ്കണ്ടക്ട്, അത് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഹൊറിബിളടെ. ഇത്രയും സിവിക് സെൻസ് ഇല്ലാത്ത കുറേ അലവലാദികളെ ഞാൻ ഈ അടുത്ത് വേറെ കണ്ടിട്ടുണ്ടാവില്ല. PVR ലുലു മോൾ സ്ക്രീൻ 3 ഈ സിനിമ കാണാൻ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ഒരു 6-7 കുറേ ചെക്കന്മാർ, കുറേ അലവലാദികൾ എന്ന് തന്നെ ഞാൻ പറയും. ഇവന്മാർ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് തീരണ വരെ അടച്ചിട്ടില്ല, ചിലയോട് ചിലയായിരുന്നു. ഇത് കൂടാതെ എൻ്റെ സൈഡിലൊരു മച്ചാൻ, ഒരു മലയാളി മച്ചാൻ ഇരിപ്പുണ്ട്. മച്ചാൻ അത്യാവശ്യം ഡീസൻ്റായിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആൾ ഡീസൻ്റായിട്ടിരുന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ മര്യാദക്കിരുന്ന് തൻ്റെ കാര്യം നോക്കി ഫുഡ് കഴിക്കും, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അല്ല ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് ഫോട്ടോ എടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ഒന്നും ഒരു വിഷയമല്ല, അതൊന്നും ഒരു സീനില്ല. ഇപ്പുറത്തെ ഏകദേശം ലെഫ്റ്റ് സൈഡിൽ ഒരു കപ്പിൾ ഇരിപ്പുണ്ട്, അവരും വലിയ കുഴപ്പമില്ല. പക്ഷേ റൈറ്റ് സൈഡിൽ എൻ്റെ സൈഡിലിരിക്കുന്ന മലയാളിയ മച്ചാൻ്റെ അപ്പുറത്ത് ഒരു നോർത്ത് ഈസ്റ്റേൺ, എനിക്ക് അവരുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ ഫുഡും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, കൾച്ചർ ഇഷ്ടമാക്കണം. പക്ഷേ ഈ പെർട്ടിക്കുലർ 2 ആളുകൾ അവർ നോർത്ത് ഈസ്റ്റേൺ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു പാവം തോന്നുന്നുണ്ട്, പുള്ളി പെട്ടുപോയതുകൊണ്ട്. ഒരു പുള്ളിക്കാരൻ്റെ പാർട്ട്ണർ, വൈഫാണോ ഗേൾ ഫ്രണ്ടാണോ എനിക്ക് അറിയില്ല, ഒരു ലോക അലവലാതി. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇവള് വന്നിരുന്നപ്പോൾ തൊട്ട് ചില തുടങ്ങിയതാണ്. അയാളെ സിനിമ കാണാൻ സമ്മതിക്കൂല, അതിൻ്റെ ഇടയിൽ കൂടെ ഇവള് ഇടക്ക് ഒരറ്റ
ഒരൊറ്റ സെക്കൻഡ്, എനിക്കൊന്ന് ഒരു സെക്കൻഡ് പോലും പുള്ളിക്കാരി സ്ക്രീനിൽ നോക്കിയിട്ടുള്ളൂ. കാരണം വന്നപ്പോൾ തൊട്ട് ഫോണിലിരുന്ന് ഫുൾ വോളിയത്തിരുന്ന് യൂട്യൂബ് വെക്കുന്നു, സ്നാപ്ചാറ്റ് ഓൺ ആക്കുന്നു, ഫിൽറ്റർ ഇടുന്നു, ഫോട്ടോ എടുക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, ഇയാളോട് വാ പോവാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സീൻ തന്നെ ഇയാളെ സിനിമ കാണിക്കാൻ സമ്മതിക്കൂല, ഞങ്ങളെ സിനിമ കാണാൻ സമ്മതിക്കൂല, പുള്ളിക്കാരി സിനിമ കാണത്തുമില്ല. ഇത്രയേ ഒരു അലവലാതി ഞാൻ ഈ എടുത്തു കണ്ടിട്ടുണ്ടാവൂല. ഇത്രയേ ഒരു സിനിമ കാണാൻ താല്പര്യം എന്തിനാടി തിയേറ്ററിലേക്ക് വന്നതെന്ന് ചോദിക്കാൻ തോന്നിപ്പോയൊരവസ്ഥ. ഞാൻ പൊതുവെ സ്ത്രീകളോടൊന്നും ഇങ്ങനെ എനിക്ക് എങ്ങനെ തോന്നാറില്ല. പക്ഷെ ഇത് അൾട്രാ ഹൊറിബിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, അൾട്രാ ഹൊറിബിൾ, അത്ര ഹൊറിബിൾ. ഇവിടെ എന്താ പറയുക, ഇവിടെ എന്താണ് സ്ത്രീ പുരുഷൻ എന്നുള്ളൊരു ഡിഫറൻസ് ഒന്നും ഞാൻ പറയണം. ഞാൻ അത്രയും എന്താണ് സ്ത്രീ ആയതുകൊണ്ട് തന്നെ എടീന്ന് ഞാൻ പറയണം. കാരണം അത്ര ഹൊറിബിളായിരുന്നു ഇവളെ കൊണ്ടിട്ട്. അജാതി വെറുപ്പിക്കില്ല. എൻ്റെ വൈഫ് ഉൾപ്പെടെ പുള്ളിക്കാരിയുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് എന്താ കാണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും ശോകം. ഞാൻ ലിറ്ററലി ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ക്യാൻ യു പ്ലീസ് ഷട്ടപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു. ഞാൻ അത് ഡീസൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ക്യാൻ യു പ്ലീസ് ഷട്ടപ്പ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചിലയാണ് ഈ പുള്ളിക്കാരി കിടന്നിട്ട്. സിനിമ കാണാൻ പറ്റുള്ളൂ. അമ്മാതിരി അവിടെ നല്ല കിടിലും ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ ഈ പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് മറ്റേ ഈ പുള്ളിക്കാരൻ്റെ അടുത്തിട്ട് നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ തമ്മിൽ മാത്രം കേൾക്കുക. ഇത് അതുമല്ല, ഇത് ഇങ്ങനെ ഒന്നാമത് ചീട് പോലത്തെ ഒരു ശബ്ദം, അത് കൂടാണ്ട് ഇരുന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ഒരു 3 തവണ പോപ്കോൺ ഫില്ല് ചെയ്യാൻ പോയി. ഏതോ അൺലിമിറ്റഡ് പാക്കാൻ മേടിച്ചെന്നുകൊണ്ട് ഇടക്കിടക്ക് ഇറങ്ങിപ്പോവും. എന്നാൽ പോണ വഴിക്ക് എന്നാൽ ആ വീട്ടിൽ അതുമില്ല, ഇടക്കിടക്ക് തിരിച്ച് വീണ്ടും കയറി വരും. ഈ പുള്ളിക്കാരി സിനിമ കണ്ടിട്ടില്ല. അതെനിക്ക് ഞാൻ കൺഫേമാണ് പുള്ളിക്കാരി സിനിമ കണ്ടിട്ടില്ല എന്നുള്ള. പുള്ളിക്കാരി അവിടെ വന്നിട്ട് ഈ പറഞ്ഞ 2.5 മണിക്കൂർ ഇരുന്നിട്ട് ഈ കൂടെ വന്ന പാർട്ട്ണറെ ബുദ്ധിമുട്ടിക്കുകയും ഈ കാണുന്ന അയാളെ സിനിമ കാണാൻ പോലും മര്യാദക്ക് സമ്മതിച്ചിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് 3-4 തവണ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് കൂടാതെ എന്നാൽ പോണ വഴി ഇറങ്ങിപ്പോ അതുമില്ല, ഈ പുള്ളിക്കാരനോട്ട് പോണുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി മറ്റേ ഞണ്ടിനെ പോലെ കൂടെ കയറി ഇരിക്കുകയാണ്. സിനിമ ആണെങ്കിൽ കാണാൻ സമ്മതിക്കുള്ള മനുഷ്യനാണ്. അവസാനം ഞങ്ങളുടെ അവസ്ഥ ഞാൻ പറയട്ടെ, ലിറ്ററലി എന്നോട് അനുഭവം പറഞ്ഞ് ഏട്ടാ നമുക്ക് അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും മാറിക്കുക. ഞാൻ അവസാനം ഞങ്ങൾക്ക് ഈ സിനിമയിൽ നിന്ന് കണ്ണെടുക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് കാത്ത് കെട്ടി പ്രാർത്ഥിച്ചിരിക്കും എന്ന് പറയില്ലേ, ഫസ്റ്റ് ഹാഫ് ആയതും സാധാരണ ടോയ്ലറ്റ് വരെ പോകണം, ഞങ്ങൾ ടോയ്ലറ്റിൽ പോലും പോയില്ല. എങ്ങാലും വല്ല ബാലൻസ് ഉള്ള കുറച്ച് സീറ്റിൻ്റെ അവിടെയുള്ള നല്ലൊരു സീറ്റും എങ്ങാലും പോയാലോന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടി. അതിന് മുന്നേ ഇങ്ങനെ പുറകിലേക്ക് നോക്കി ഇങ്ങനെ വെച്ച് സ്കാൻ ചെയ്ത് വെച്ച് എവിടെയൊക്കെ സീറ്റ് ഒഴിവുള്ളതെന്ന്. എന്നിട്ട് ഒരു 2 സീറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരു ആൻറ്റി ഇരിപ്പുണ്ട്. ആ ആൻറ്റിയുടെ സൈഡിൽ പോയി അനുഭവം ആൻറ്റി ഇപ്പുറത്ത് ഞാൻ ചെന്ന് ഇരുന്നിട്ടാണ് ബാക്കി സെക്കൻഡ് ഹാഫിൽ ഇരുന്ന് പടം കണ്ടത് സമാധാനത്തോടെ. ആ ആൻറ്റിയൊക്കെ എന്ത് ഡീസൻ്റ് ആയിരുന്നറിയാമോ. ഒയ്യോ. അത് കൂടാണ്ട് വേറെ കുറേ ആൾക്കാരൊക്കെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കന്നഡിക ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കന്നഡ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവുമല്ലോ. അവരൊക്കെ എന്ത് ഡീസൻ്റ് ആയിരുന്നടേ. ഇതിനെ കൊണ്ട് എന്ത് മേഡം, ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ വേറെ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടല്ലോ. അത്രയും ഒരു എ ക്ലാസ് ഒരു അലവലാതി ചെറ്റ, അങ്ങനെ ഞാൻ പറയും. അവിടെ ആണ് വേണ്ടുന്നൊന്നും ഞാൻ പറയണം. എനിക്ക് ഐ ഫെൽറ്റ് റിയലി സോറി ഫോർ ദാറ്റ് പാർട്ട്ണർ, ദാറ്റ് ഗൈ. കാരണം അവനെയും പടം കാണാൻ സമ്മതിച്ചിട്ടില്ല ഇവള്. ഇങ്ങനെ ഒരു ചെറ്റ, അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. അത്രയും ഒരു ചെറ്റ. അതുകൊണ്ട് ഞാൻ പറയണത് സിനിമ കാണിച്ചിട്ടില്ല. ഇവളുടെ ചില നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ചിലയോട് ചില ടിവിയുടെ സൗണ്ടും വെച്ച് ചിലയോട് ചില എനിക്ക് ട്രോമറ്റൈസിങ് അവസ്ഥയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് പച്ചത്തെറി ഭ്രാന്ത് കയറിയിട്ട്. എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാഞ്ഞ കാര്യം ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് തിയേറ്ററിലേക്ക് വരുന്ന കുറേ അലവലാദികൾ. സിനിമ കാണാൻ താല്പര്യമില്ലെങ്കിൽ എടാ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് കയറി വരുന്നത്? ആ ഫ്രണ്ടിൽ ഇരുന്ന് വെച്ചാൽ 6 ആണുങ്ങളോടും സൈഡിൽ ഇരുന്ന് വെച്ചാൽ ആ ശവത്താലിനോടും കൂടെ ഞാൻ പറയണത്, എന്തിനാണ് നീയൊക്കെ ടിക്കറ്റ് എടുത്ത് കയറി വരുന്നത്? ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസും കൂടെ നശിപ്പിക്കാനായിട്ട്. നിനക്കൊന്നും താല്പര്യമില്ലെങ്കിൽ പോയി വീട്ടിൽ. എന്തിനാണ് മറ്റുള്ളവരെ ശല്യം ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്ത് കയറി വരുന്നത്? ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരാശ്വാസം കിട്ടില്ല. അതുകൊണ്ട് പറയണേ, എന്തായാലും അസഹനീയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും പടം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, പടം സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പോരായ്മകളുണ്ട്, ഇല്ലയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആസ് ആൻ ആക്ഷൻ പടം
കിടിലനായിരുന്നു, കിടിലം. കുറേ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, കുറേ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോ ഇഷ്യൂസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ആ വാർട്ടുമൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ അത് ക്ലീൻ അപരാധമായിരുന്നു. അതൊരു പക്ക മലങ്കൾട്ടായിട്ട് 4DX ചെന്നിരുന്ന് കുലുങ്ങി ആസ്വദിച്ച് കണ്ട പടമെങ്കിൽ ഇത് അലങ്കൾട്ടായിട്ടൊന്നുമല്ല, മര്യാദക്ക് ഒരു കിടിലൻ ആക്ഷൻ പടമായിട്ട് കാണാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ YRF-ൽ നിന്നും യാഷ് രാജ് ആ ഒരു യൂണിവേഴ്സിൽ നീ അടുത്ത് വന്ന നല്ലൊരു പടമായിട്ട് തന്നെ പറയേണ്ടി വരും. എന്തായാലും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ദയവ് ഇത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇതുപോലെയുള്ള കുറേ ചെറ്റകളൊക്കെ ഉണ്ട്. എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഭയങ്കര കഷ്ടം. ആ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ അന്തസ്സായിട്ട് പറയും, മലയാളി ഓഡിയൻസ് എത്ര ബെറ്ററാണ്, എന്ത് ബെറ്റർ കണ്ടക്റ്റാണ്. ഇതുപോലെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കില്ല തുടക്കം തൊട്ട് അവസാനം വരെ. അത് ഞാൻ കാര്യം പറയാമല്ലോ, ഞാൻ ഈ പറഞ്ഞ വനിതയിലും ഈ കൊല്ലം തന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എത്ര ഏകദേശം ഓൾമോസ്റ്റ് 200ാമത്തെ സിനിമ എന്തോ ആയി ഞാൻ കാണുന്നത്. ഇത്രയും നാളിലും ഇത്ര അലവുണ്ടാക്കുന്ന ഒരു മലയാളിയെ ഞാൻ കണ്ടില്ലല്ലോ ഇതുപോലെ. അതായത് ലിറ്ററലി നിങ്ങൾ നാച്ചൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് കയറി ഇരുന്നപ്പോൾ തൊട്ട് സിനിമ തീരണ വരെ ഈ അലവലാതി നിർത്തിയിട്ടില്ല. എനിക്ക് ഓർമ്മ വന്ന സ്കേറി മൂവിയിൽ ഒരു ചില നിർത്താത്ത ഒരു ശവത്താലി ഉണ്ട്, ഒരു പെണ്ണിൻ്റെ ക്യാരക്ടർ. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറേ ആയിരിക്കാൻ പോയി. ശരിയടേ, നീ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താവും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ശരി, ടാറ്റ.